ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും ചക്കിട്ടാസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്നിപ്പോൾ നമ്മളൊരു വീഡിയോ ഒരു കരുവേപ്പ് തൈ ചട്ടിയിൽ വളർത്തുന്നതാണ്. ഈ കരുവേപ്പിൻ്റെ തണ്ടിൽ വേരുണ്ടാക്കിയിട്ട് വേര് പിടിപ്പിച്ചിട്ട് ചട്ടിയിൽ വളർത്തുക. തണ്ട് മുറിച്ചിങ്ങനെ നട്ടിങ്ങനെ അതിന് വേര് പിടിപ്പിച്ചെടുക്കുക. വളരെ എളുപ്പം വേര് പിടിച്ചിട്ടു കരുവേപ്പ്. നല്ല വേനലിൽ വെക്കാണ്ടിരിക്കുകയാണ് നല്ലത്. എങ്കിലും നല്ല തണലത്ത് വെക്കുകയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. ആഴ്ചയിൽ ഒരു 2-3 പ്രാവശ്യം നനച്ചു കൊടുത്താൽ മതി. അപ്പോൾ ഇതാണ് കമ്പ്. നമ്മളിപ്പോൾ നല്ലൊരു ഇതിലൊരു കമ്പെടുത്തിട്ട് നമ്മൾ ഒരു പൊടി മിക്സ് നിറച്ച് വെച്ചതാണ് ചട്ടിയിൽ. അപ്പോൾ ഇത് നമ്മളെ കെറാലിക്സ് റൂട്ട് ഹോർമോണാണ്. ഇതാണ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത്. അപ്പോൾ തണ്ടിൻ്റെ അടിഭാഗം ഒന്ന് ചെത്തി ഒന്ന് മിനുക്കി കൊടുക്കുക. പിന്നെ ചെറുതായിട്ടൊന്ന് തോല് ഒന്ന് അരഞ്ഞി കൊടുക്കുക, കത്തിയോടൊന്ന് പരട്ടി കൊടുക്കുക. എന്നിട്ട് കെറാറ്റിക്സിൻ്റെ ആ പൗഡർ എടുത്തിട്ട് നല്ലോണം അടിഭാഗത്ത് കയ്യിൽ വെച്ചിട്ട് നല്ലോണം ഒന്ന് ഫുള്ളായിട്ട് ആക്കുക. ഇതേ രൂപത്തിൽ ഫുള്ളായിട്ടൊന്ന് ആക്കുക. ഇത്ര പെട്ടെന്ന് വേര് പിടിക്കും. ഏകദേശം ഒരു 20-25 ദിവസം കൊണ്ട് തന്നെ വേര് പിടിച്ചു. കെറാറ്റിക്സ് റൂട്ട് ഹോർമോൺ നല്ല റൂട്ട് ഹോർമോണാണ്. ഇപ്പം വേനൽ കൊണ്ട് നല്ല തണലത്ത് വെക്കണം. പുറത്ത് ചൂടുള്ള സ്ഥലത്ത് വെക്കണം. പച്ച സീറ്റൊക്കെ വിരിച്ച് ചൂട്ടിൽ. മഴത്താണെങ്കിൽ പിന്നെ പ്രശ്നമില്ല. മഴത്താണെങ്കിൽ മഴ കൊള്ളാൻ പാടില്ല. ഇതിങ്ങനെ തന്നെ അതിലൊക്കെ നടുക. ഇതിപ്പോൾ നമ്മൾ ചാണകപ്പൊടി മിക്സ് ചേരിച്ചോറും മണ്ണും എല്ലാം കൂടി മിക്സ് ചെയ്ത് ചട്ടിയിൽ മണ്ണാണ് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടുണ്ട്. ചാണകപ്പൊടി, ചേരിച്ചോറ്, മണ്ണ്, മണലെല്ലാം കൂടി മിക്സ് ചെയ്ത് അപ്പോൾ അതിലാണ് നട്ടു കൊടുക്കുക. ഏകദേശം ഒരു മാസത്തിനുള്ളിൽ തന്നെ ഇതിന് മുളങ്ങൾ വരും, വേര് പിടിക്കും. നല്ല ഉഷാറായിട്ട് വളരും. ഈ കറിവേപ്പ് അങ്ങനെ പെട്ടെന്നൊന്നും പിടിച്ച് കിട്ടാത്ത ഒരു സാധനമാണ്. ഈ നിലത്തൊക്കെ നട്ടാൽ ചട്ടിയിൽ ഇപ്പം ഇങ്ങനെ നല്ല ബുഷായിട്ട് നല്ല വളം തരും. അപ്പം ഇങ്ങനെ അത് തണലത്താണ് വെക്കുക. ഏകദേശം ഒരു 10-20 വർഷത്തിനുള്ളിൽ തന്നെ ഇതിന് മുളങ്ങൾ വന്ന് വേരൊക്കെ പിടിക്കും. ചെറുതായിട്ടൊന്ന് നനച്ചു കൊടുക്കുക. അധികം വെള്ളം ഓവറായിട്ട് വെള്ളം നനച്ചു. ഇപ്പോൾ നമ്മൾ തണലിലേക്ക് എടുത്ത് വെച്ചാൽ പിന്നെ ഒരു 10-20 മാസത്തിനുള്ളിൽ നോക്കിയാൽ മതി. നമ്മൾ നട്ട് കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മൾ തണലത്തേക്ക് മാറ്റി വെച്ചിട്ട് തണലത്ത് മാറ്റി വെച്ചെടുത്തിലാണ് ഇപ്പോൾ ഒരു 20 ദിവസമൊക്കെ കഴിഞ്ഞ്. അപ്പോൾ അതിന്മേൽ ചെറുതായിട്ട് മുളങ്ങളൊക്കെ വന്നു തുടങ്ങി. 20-25 ദിവസമായിട്ടുള്ളൂ. അപ്പോൾ മുളങ്ങളൊക്കെ വന്ന് തുടങ്ങി. ഇങ്ങനെയാണിത് വളർന്നു വരിക. നല്ല ചട്ടി നല്ല ബുഷായിട്ട് വളർന്നോളും. ഇനി നമുക്ക് വളങ്ങളൊക്കെ കൊടുക്കാം. ചാണകപ്പൊടി, കടല പിണ്ണാക്ക് വെള്ളത്തിലിട്ട് പോറ്റിയിട്ട് 2 ദിവസം കഴിഞ്ഞ് പുളിപ്പിച്ചും കഴിഞ്ഞൊന്ന് പാർന്നു കൊടുക്കുക. കഞ്ഞിൻ്റെ വെള്ളം കൂട്ടിയിട്ട് നേർപ്പിച്ചിങ്ങനെ പാർന്നു കൊടുത്താൽ ഏറ്റവും നല്ലതാണ്. പിന്നെ കോഴിമുട്ടൻ്റെ തോട് അതിന് ചുവട്ടിൽ പൊടിച്ചിടുക, അത് നല്ലതാണ്. പിന്നെ നമ്മൾ ചട്ടിയിൽ ഒരു 6 മാസം മുമ്പ് ചട്ടിയിൽ ഉണ്ടാക്കിയതായിരുന്നു. അങ്ങനെ തന്നെ വേര് പിടിച്ചിട്ട് ഇതിപ്പോൾ കുഴപ്പമില്ലാണ്ട് നമ്മൾ ഇല പൊട്ടിക്കലൊന്നുമില്ല. ഇല പൊട്ടിക്കാനൊന്നായിട്ടില്ല. നല്ല ബുഷിയായിട്ട് തന്നെ. ഇപ്പോൾ കുറച്ച് ഇലകളൊക്കെ അവിടെ ഇവിടെയൊക്കെ തൊഴിഞ്ഞു പോയതാണ്. ഒന്നുകൂടി ഒന്ന് ഉഷാറായിട്ട് ഇനി കഴിയുമ്പോൾ ഇല പൊട്ടിക്കണം. ഈ പുഴുക്കളെ ശല്യം ഉണ്ടാവും. അപ്പോൾ നമ്മൾ എടുത്ത് പുഴുക്കളൊക്കെ ഒന്ന് ഒഴിവാക്കി. മരുന്നൊന്നും അടിക്കണ്ട. കരുവേപ്പല്ലേ, മരുന്നൊന്നും അടിക്കാൻ വേണ്ട. അപ്പോൾ പുഴുക്കളൊക്കെ നമ്മളതിനെ കൈകൊണ്ട് തന്നെ എടുത്ത്. ഇപ്പോൾ ചട്ടിയിലല്ലേ, അപ്പോൾ നമുക്ക് എപ്പോഴും അതിനെ പുഴുക്കളൊക്കെ നോക്കാൻ ശ്രദ്ധിക്കാൻ കഴിയും. അപ്പോൾ ഇതുപോലെ 2-3 ചട്ടിയിൽ വളർത്തിയാൽ നല്ല ഉഷാറായിട്ടുണ്ടാകും. നല്ല വെയിൽ ഉള്ള സ്ഥലത്ത് വെച്ചെടുക്കുക. കമ്പ് മുറിച്ച് നടുക. അല്ലെങ്കിൽ തൈ പറിച്ചിട്ടാലും മതി. തൈ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ കമ്പ് തന്നെ മുറിച്ച് നട്ടാലും മതി.
ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എല്ലാവരും